നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രാപ്പോയിൽ ക്രിസ്തീയ ദേവാലയത്തിൽ സെമിത്തേരി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടത്തിയ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് അക്രമാസക്തമായി. പോലീസ് ലാത്തിച്ചാർജിൽ പ്രതിഷേധിച്ച് ചെറുപുഴ പഞ്ചായത്തിൽ ശനിയാഴ്ച ഹിന്ദു ഐക്യവേദി ഹർത്താൽ. 53ാമത് പയ്യന്നൂർ ഉപജില്ലാ സ്കൂൾ കായികമേള പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നേതാവിന്റെ സ്കൂട്ടർ കത്തിച്ചതിനെതിരെ പുത്തൂർ അമ്പലം മൈതാനിയിൽ ചേർന്ന പ്രതിഷേധ യോഗം സതീശൻ പാച്ചേനി ഉദ്ഘാടനം ചെയ്തു. കവായി കായലിൽ ഹൗസ് ബോട്ടുകൾ സജീവമാകുന്നു. കാസർഗോഡ് റവന്യൂ ജില്ലാ ശാസ്ത്രമേള സമാപിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പ്രാപ്പോയിൽ ക്രിസ്തീയ ദേവാലയത്തിൽ സെമിത്തേരി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുളപ്ര അയ്യപ്പക്ഷേത്രം, കക്കരക്കാവ് ഭഗവതി ക്ഷേത്രം സംരക്ഷണ സമിതി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് അക്രമാസക്തമായി. 7 പോലീസുകാരടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു. സെമിത്തേരി നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടന്നത്. പ്രകടനമായെത്തിയ പ്രതിഷേധക്കാരെ പോലീസ് പഞ്ചായത്ത് ഓഫീസ് കവാടത്തിൽ തടയുകയായിരുന്നു. തുടർന്ന് വാക്കേറ്റവും സംഘടനവും ഉണ്ടായി. പോലീസുകാരന്റെ തലയ്ക്ക് പിന്നിൽ നിന്ന് മരക്കഷ്ണം വച്ചടിച്ചപ്പോഴാണ് പ്രശ്നം രൂക്ഷമായത്. തലക്കടിയേറ്റ ഗുരുതരമായി പരിക്കേറ്റ ദ്രുതകർമ്മസേനയിലെ ഉദ്യോഗസ്ഥൻ അനൂട്ടിയെ ആദ്യം ചെറുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ച് പ്രഥമ ശുശ്രൂഷ നൽകുകയും തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച് അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനാക്കുകയും ചെയ്തു. കാലിന് പരിക്കേറ്റ അരുൺകുമാർ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ചെറുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പോലീസുകാർക്ക് പരിക്കേറ്റതോടെ പോലീസ് ലാത്തിച്ചാർജ് നടത്തുകയും ഈ സമയത്ത് തന്നെ ബസ് സ്റ്റാൻഡിന്റെ പല ഭാഗത്തു നിന്ന് പോലീസിന് നേരെ കല്ലേറുണ്ടാവുകയും ചെയ്തു. സംഭവത്തെ തുടർന്ന് ചെറുപുഴയിൽ കനത്ത പോലീസ് സന്നാഹം ക്യാമ്പ് ആരംഭിച്ചു. നിരവധി BJP പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ പ്രാപ്പോയിൽ സ്വദേശി വേണുവിനെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. 10ഓളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ചെറുപുഴയിലെ പോലീസ് ലാത്തിച്ചാർജിൽ പ്രതിഷേധിച്ച് ഹിന്ദു ഐക്യവേദി ശനിയാഴ്ച ചെറുപുഴ പഞ്ചായത്തിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. BJP ഹർത്താലിന് ഐകദാർഢ്യം പ്രകടിപ്പിച്ചു. പാൽ, പത്രം, ആശുപത്രി എന്നീ അവശ്യ സർവീസുകളെ മാത്രമാണ് ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളതെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. 53ാമത് പയ്യന്നൂർ ഉപജില്ലാ സ്കൂൾ കായികമേള പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ പുരോഗമിക്കുന്നു. മേളയുടെ ഉദ്ഘാടനം C. കൃഷ്ണൻ MLA നിർവഹിച്ചു. നവംബർ 18, 19, 20, 21 തീയതികളിലായി പയ്യന്നൂർ A. കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചാണ് കായികമേള നടക്കുന്നത്. ഉപജില്ലയിലെ 3000ഓളം കായിക താരങ്ങൾ മേളയിൽ മാറ്റുരയ്ക്കും. മേളയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോലിന്റെ അധ്യക്ഷതയിൽ C. കൃഷ്ണൻ MLA നിർവഹിച്ചു. സ്കൂൾ, ഉപജില്ലാ തലങ്ങളിലെല്ലാം നടക്കുന്ന കായിക മേളകളും തുടർന്ന് റവന്യൂ ജില്ലാടിസ്ഥാനത്തിലും അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലുമെല്ലാം നടക്കുന്ന ഈ കായിക മേളകൾ നമ്മുടെ സംസ്ഥാനത്ത് കായിക പ്രതിഭകളെ വാർത്തെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നഗരസഭാംഗം AK ശ്രീജ, പയ്യന്നൂർ AO VM രാജീവൻ, സ്കൂൾ പ്രധാനാധ്യാപകൻ TS രാമചന്ദ്രൻ, ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ P. ശ്യാമള, അധ്യാപകരായ R. ഗംഗാധരൻ, TV ബാലചന്ദ്രൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. പുത്തൂരിലെ കോൺഗ്രസ് നേതാവ് P. ശശി മാസ്റ്ററുടെ സ്കൂട്ടർ തീവച്ചതിൽ പ്രതിഷേധിച്ച് പുത്തൂർ അമ്പലം മൈതാനിയിൽ യോഗം ചേർന്നു. KPCC ജനറൽ സെക്രട്ടറി സതീശൻ പാച്ചേനി ഉദ്ഘാടനം ചെയ്തു. പുത്തൂരിലെ കോൺഗ്രസ് നേതാവ് P. ശശി മാസ്റ്ററുടെ സ്കൂട്ടർ തീവച്ച് നശിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് പുത്തൂർ അമ്പലം മൈതാനിയിൽ നടന്ന പ്രതിഷേധ യോഗം KPCC ജനറൽ സെക്രട്ടറി സതീശൻ പാച്ചേനി ഉദ്ഘാടനം ചെയ്തു. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നടത്തുവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾക്കും ഭാവിയുണ്ട്. ഞങ്ങൾ മുന്നോട്ട് പോകും. ഇന്ത്യ രാജ്യത്ത് തൊഴിലാളി വർഗ സർവാധിപത്യം എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചാണല്ലോ മാർക്സിസ്റ്റ് പാർട്ടി രംഗത്ത് വന്നത്. 1921
ഇന്ത്യ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ പി രാജേഷ് സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പ്രസിഡന്റ് എ പി നാരായണൻ അധ്യക്ഷത വഹിച്ചു. വി എൻ എരിപുരം, ഷാഹുൽ ഹമീദ്, സി സുകുമാരൻ, അഡ്വക്കേറ്റ് എം രാമകൃഷ്ണൻ, ജയരാജ് തുടങ്ങിയവർ സംസാരിച്ചു. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് അസംബ്ലി ഹാൾ നിർമ്മിച്ചു നൽകുമെന്ന് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ. കാസർഗോഡ് റവന്യൂ ജില്ലാ ശാസ്ത്രോത്സവം സമാപന സമ്മേളനത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം. എന്നെ നെല്ലിക്കുന്ന MLA സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്കൂളിനെ അദ്ദേഹം വിസ്മരിക്കുകയില്ല എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യം. അതുകൊണ്ട് നിങ്ങളുടെ ഭാഗ്യം തെളിഞ്ഞിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത് ആദ്യ ഔദ്യോഗിക പൊതുപരിപാടി താൻ പഠിച്ച വിദ്യാലയത്തിൽ തന്നെ നടന്ന ശാസ്ത്രോത്സവമായതും സ്കൂളിന്റെ ആവശ്യങ്ങൾ അധികാരികളോട് ചോദിച്ചു വാങ്ങാൻ ഇതുവരെ പ്രയത്നിച്ച ആൾ തന്നെ ആവശ്യങ്ങൾ നൽകേണ്ട നില വന്നിരിക്കുകയാണെന്നും അധ്യക്ഷ പ്രസംഗത്തിൽ AGC ബഷീർ പറഞ്ഞു. ഒരുപാട് പാരമ്പര്യമുള്ള തൃക്കരിപ്പൂരിന്റെ തിരകൂറിയാണ് ഈ സ്ഥാപനം. സ്ഥാപനത്തിൽ ഒട്ടേറെ പ്രയാസങ്ങളും പരിഭവങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളൊക്കെ ഇത് പരിഹരിക്കണമെന്ന് പറഞ്ഞ് ഇന്നലെ വരെ ഓടി നടന്നവരാണ്. ഇപ്പോൾ ഇത് പരിഹരിക്കണമെന്ന് പറയുമ്പോൾ ഇത് പരിഹരിക്കേണ്ടവരായി മാറി ഞാൻ എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ എന്താണ് ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ഒന്ന് പ്രസിഡന്റ് പുതുതായി സ്ഥാപന അധികാരമേറ്റ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ എത്തിയാൽ സ്വന്തം വിദ്യാലയത്തിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞേക്കും എന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ ഞാൻ ഒന്നും പറയാൻ ഇതിനകത്ത് തയ്യാറല്ല. മറിച്ച് ഈ സ്ഥാപനത്തിന് നമ്മുടെ മനസ്സിലൊക്കെ അറിയാം എന്തൊക്കെയാണ് പരാതികളും പരിഭവങ്ങളൊക്കെ. കരകൗശല വികസന കോർപ്പറേഷൻ ചെയർമാൻ MC ഖമറുദ്ദീൻ സമ്മാനദാനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശാന്തമ്മ ഫിലിപ്പ്, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP ഫൗസിയ, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C രവി, DD ഇൻചാർജ് PK രഘുനാഥ്, MTP ഖരീം തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥിക്ക് മലയാളം ടൈപ്പിംഗിൽ 1ാം സ്ഥാനം. തൃക്കരിപ്പൂരിൽ നടന്ന ജില്ലാ ശാസ്ത്രോത്സവത്തിൽ കൈക്കോട്ടുകടവ് ഹയർ സെക്കൻഡറി സ്കൂൾ 7ാം തരം വിദ്യാർത്ഥിനി മുഹസീന ഷാനിയാണ് മികവ് കാട്ടിയത്. 1 മുതൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു വരുന്ന മുഹസീന ഷാനിക്ക് തന്നെയാണ് കഴിഞ്ഞ തവണയും 1ാം സ്ഥാനം. ജ്യേഷ്ഠൻ മുബഷീർ ഷാൻ 4 വർഷം ജില്ലയിൽ 1ാം സ്ഥാനക്കാരനായിരുന്നു. ഈ വർഷവും 1ാം സ്ഥാനം ലഭിച്ചതിൽ അതിയായ സന്തോഷത്തിലാണ് മുഹസീന. ശാസ്ത്രോത്സവം IT ക്യൂസിൽ UP വിഭാഗത്തിൽ GWUPS കൊടക്കാട് 7ാം തരം വിദ്യാർത്ഥി ആശിഷ് SN, ഹയർ സെക്കൻഡറി വിഭാഗം IT ക്യൂസിൽ കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആഷിഖ് SN എന്നിവർ 1ാം സ്ഥാനക്കാരായി. രണ്ടുപേരും സഹോദരങ്ങളാണ്. മാത്സ് ഗെയിംസിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചട്ടഞ്ചാലിലെ അതുൽ SK 1ാം സ്ഥാനം നേടി. മൾട്ടിമീഡിയ പ്രസന്റേഷനിൽ അപർണ PVയും 1ാം സ്ഥാനത്തെത്തി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കവ്വായി കായലിൽ ഹൗസ് ബോട്ടുകൾ സജീവമാകുന്നു. ടൂറിസം ലക്ഷ്യമാക്കി സ്വകാര്യ കമ്പനികളുടെ ഹൗസ് ബോട്ടുകളാണ് കൂടുതലായും സർവീസ് നടത്തുന്നത്. ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായ കവ്വായിക്കാലിന്റെ സൗന്ദര്യം ആസ്വദിക്കാനായാണ് വിദേശ ടൂറിസ്റ്റുകളടക്കം ഹൗസ് ബോട്ടുകളിലെത്തുന്നത്. പ്രകൃതി രമണീയമായ കവ്വായിക്കായലിൽ ദേശാടന പക്ഷികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ്. ഇവയുടെ സൗന്ദര്യം നുകരാനാണ് ടൂറിസ്റ്റുകൾ കായൽ സഞ്ചാരത്തിനായി എത്തുന്നത്. നീലേശ്വരത്തുള്ള സ്വകാര്യ കമ്പനികളുടെ ഹൗസ് ബോട്ടുകളാണ് വാടകയ്ക്കെടുത്ത് ടൂറിസ്റ്റുകൾ ഉപയോഗിച്ചു വരുന്നത്. അമേരിക്കയിൽ നിന്നും എത്തിയ വിദേശികൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. Rajasthan area, etc. And that was a very different experience. We've come down to Kerala and it's like paradise on earth. കായൽ മാത്രമല്ല തീരത്തുള്ള നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങളെല്ലാം തങ്ങളെ ഏറെ ആകർഷിച്ചുവെന്നാണ് ഇവരുടെ അഭിപ്രായം. കായൽ സംരക്ഷണത്തിനുള്ള ലോകോത്തര നിലവാരമുള്ള രാംസർ സൈറ്റ് പദവി നൽകി ഉയർത്തണമെന്ന ആവശ്യം നിലവിലിരിക്കെയാണ് കായലിന്റെ സൗന്ദര്യം കാണാൻ ടൂറിസ്റ്റുകൾ വിദേശത്തു നിന്ന് പോലും എത്തുന്നത്. നിരവധി പഠന ഗവേഷണങ്ങളും സെമിനാറും നടന്നിട്ടുണ്ടെങ്കിലും കാര്യമായ ഒരു നീക്കവും ഇതുവരെ നടന്നിട്ടില്ല എന്നതാണ് ഏറെ ഖേദകരം. ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ നല്ലോംപുഴ കംഫർട്ട് സ്റ്റേഷൻ പൂട്ടിയ സംഭവത്തിൽ തനിക്ക് പങ്കില്ലെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ശാന്തമ്മ ഫിലിപ്പ്. കംഫർട്ട് സ്റ്റേഷൻ പൂട്ടണമെന്നാവശ്യപ്പെട്ട് ആർക്കും താൻ ഒരു പരാതി നൽകിയിട്ടില്ലെന്നും കമ്പലൂരിൽ വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിൽ അവർ പറഞ്ഞു. കംഫർട്ട് സ്റ്റേഷന്റെ ടെൻഡർ മുതൽ മുഴുവൻ പ്രവർത്തനങ്ങളും വ്യാപക ക്രമക്കേടുകൾ ഉണ്ടായിരുന്നുവെന്നും ലൈസൻസ് ഇല്ലാത്ത ആളെയാണ് പ്രവൃത്തി നടത്താൻ ഏൽപ്പിച്ചതെന്നും ഇവർ ആരോപിക്കുന്നു. ഈ പദ്ധതിയുടെ പ്രസിഡന്റിനും മറ്റ് ഭാരവാഹികൾക്കുമാണ് കംഫർട്ട് സ്റ്റേഷൻ പൂട്ടിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തമെന്നും അതിനാൽ അവരുടെ വീടുകളിലേക്കാണ് സമരം നടത്തേണ്ടതെന്നും ശാന്തമ്മ പറഞ്ഞു. അഗസ്റ്റിൻ ജോസഫ്, തോമസ് മാത്യു, KP സന്തോഷ് എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു. കോട്ടക്കുന്ന് കോട്ട വണ്ണാത്തിപ്പുഴയിൽ മുങ്ങിമരിച്ച അമ്മയുടെയും കുഞ്ഞിൻ്റെയും മൃതദേഹം സംസ്കരിച്ചു. വ്യാഴാഴ്ച സന്ധ്യയോടെയാണ് പുറച്ചേരി സ്വദേശിയായ രേഷ്മയും മകൾ ആരാധ്യയും മുങ്ങിമരിച്ചത്. വ്യാഴാഴ്ച സന്ധ്യയോടെയാണ് രേഷ്മയെയും മകൾ ആരാധ്യയെയും കാണാതായത്.
ഇവർ ധരിച്ച ചുരിദാറിൻ്റെ ഷാൾ തോണിയിൽ കണ്ടതോടെയാണ് പുഴയിൽ തെരച്ചിൽ നടത്തിയത്. പയ്യന്നൂരിൽ നിന്ന് ഫയർഫോഴ്സ് സംഘമെത്തി നടത്തിയ തെരച്ചിലിനൊടുവിൽ രാത്രി 8:30യോടെയാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വെള്ളിയാഴ്ച ഉച്ചയോടെ വെള്ളൂർ കണിയേരിയിൽ സംസ്കരിച്ചു. പയ്യന്നൂർ ചിന്മയ വിദ്യാലയത്തിലെ അധ്യാപികയും പുറച്ചേരി കോട്ടയിലെ ഗൂഡ്സ് ഓട്ടോറിക്ഷ ഡ്രൈവർ പി സുമിത്രന്റെ ഭാര്യയുമാണ് മരിച്ച രേഷ്മ. കേരള സ്റ്റേറ്റ് തയ്യൽ തൊഴിലാളി യൂണിയൻ തൃക്കരിപ്പൂർ യൂണിറ്റ് സമ്മേളനം KMK സ്മാരക സമിതി ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം സി ഭാസ്കരൻ നായർ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു വിഭാഗത്തിൽപ്പെടുന്ന തൊഴിലാളികളാണ് തയ്യൽ തൊഴിലാളികൾ. നാട്ടുകാരുടെ കാര്യങ്ങളും വീട്ടുകാരുടെ കാര്യങ്ങളും എല്ലാം വളരെ ശ്രദ്ധയോടുകൂടി ചെയ്തു തീർക്കുന്ന ഒരു വർഗമാണ് തയ്യൽ തൊഴിലാളികൾ. പ്രസിഡന്റ് പ്രഭാവതി ചടങ്ങിൽ അധ്യക്ഷയായി. ജില്ലാ ജനറൽ സെക്രട്ടറി പി രാഘവൻ, ഹോസ്ദുർഗ് താലൂക്ക് പ്രസിഡന്റ് വി കൃഷ്ണകുമാർ, ജനറൽ സെക്രട്ടറി കെ യശോദ, വൈസ് പ്രസിഡന്റ് എ ചന്ദ്രൻ, ട്രഷറർ AG സറീന, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ MK കുഞ്ഞികൃഷ്ണൻ, കെ രുക്മിണി, PK റഹ്മത്ത് എന്നിവർ സംസാരിച്ചു. തയ്യൽ തൊഴിലാളി പെൻഷൻ 1000 രൂപയാക്കി ഉയർത്തുക, വിവാഹാനുകൂല്യം 10,000 രൂപയാക്കി ഉയർത്തുക, തയ്യൽ തൊഴിലാളികൾക്ക് ഭവന വായ്പ അനുവദിക്കുക എന്നിവ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മാനഹാനി വരുത്തിയ കേസിൽ ഒളവറയിലെ റിട്ടയർഡ് അധ്യാപകൻ N രവീന്ദ്രനെ ചന്ദേര പോലീസ് അറസ്റ്റ് ചെയ്തു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പ്രശ്നത്തിൽ ഇടപെട്ടതിന്റെ പേരിൽ രവീന്ദ്രൻ മാസ്റ്ററുടെ വീട്ടിന് മുൻപിൽ തൊഴിലാളികൾ ഉപരോധം ഏർപ്പെടുത്തിയത് നെറ്റ്വർക്ക് ചാനൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു. ഇതിൽ പ്രകോപിതനായി രവീന്ദ്രൻ മാസ്റ്റർ തങ്ങളെ മർദ്ദിച്ചുവെന്ന് കാട്ടി തൊഴിലുറപ്പ് തൊഴിലാളി ഷീജയും തൃക്കരിപ്പൂർ പഞ്ചായത്ത് 12-ാം വാർഡംഗം ടി ലളിതയും ചന്ദേര പോലീസിൽ പരാതി നൽകി. ഇതിനെ തുടർന്നാണ് IPC 354 വകുപ്പ് അനുസരിച്ച് രവീന്ദ്രൻ മാസ്റ്ററെ ചന്ദേര പോലീസ് അറസ്റ്റ് ചെയ്തത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പരിയാരം മെഡിക്കൽ കോളേജ് ജീവനക്കാരനെ മർദ്ദിച്ചതിന്റെ പേരിൽ വിദ്യാർത്ഥികളെ കള്ളക്കേസിൽ കുടുക്കുന്നുവെന്നാരോപിച്ച് മെഡിക്കൽ കോളേജിൽ പ്രതിഷേധ ധർണയും പഠിപ്പ് മുടക്കി സമരവും നടത്തി. കഴിഞ്ഞ ദിവസം പരിയാരം മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ വാർഡൻ P സുകേഷിനെ ഹോസ്റ്റലിൽ കയറി മർദ്ദിച്ചിരുന്നു. ഈ സംഭവത്തിൽ 4 വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് പുറത്താക്കുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ അവധിയിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളെ അടക്കം കള്ളക്കേസിൽ കുടുക്കി പഠനം നിഷേധിക്കുന്ന മാനേജ്മെന്റിന്റെ നിലപാടിനെതിരെയാണ് പാരാമെഡിക്കൽ വിദ്യാർത്ഥികൾ സമരം നടത്തിയത്. മാടായി ഉപജില്ലാ കായികമേള സെന്റ് മേരീസ് വിളയാങ്കോട്, LFUP മാട്ടൂൽ, GHS കുഞ്ഞിമംഗലം എന്നിവർ ചാമ്പ്യന്മാരായി. മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് SK ആബിദ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പോരാട്ടം നടന്ന UP സെക്ഷനിൽ 21 ഈ കായികമേളയിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥിനികൾക്കും ഇനിയും ഉയരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിലെ വിജയികളായിട്ടുള്ള മുഴുവൻ ജേതാക്കൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് 3 ദിവസങ്ങളിലായി നടന്ന മാടായി ഉപജില്ലാ കായികമേളയ്ക്ക് സമാപനമായി. മാടായി പാളയം ഗ്രൗണ്ടിൽ നടന്ന കായികമേളയിൽ 1500-ലധികം കായിക താരങ്ങൾ പങ്കെടുത്തു. LP വിഭാഗത്തിൽ 62 പോയിന്റ് നേടി സെന്റ് മേരീസ് LP സ്കൂൾ വിളയാങ്കോടും, UP വിഭാഗത്തിൽ 29 പോയിന്റ് നേടി LFUP മാട്ടൂലും, ഹൈസ്കൂൾ വിഭാഗത്തിൽ 380 പോയിന്റ് നേടി GHSS കുഞ്ഞിമംഗലവും ചാമ്പ്യന്മാരായി. 301 പോയിന്റുമായി LFUP മാട്ടൂൽ, 21 പോയിന്റ് നേടി MUPS മാട്ടൂൽ, 84 പോയിന്റ് നേടി CHMKS മാട്ടൂലും റണ്ണറപ്പായി. സമാപന സമ്മേളനത്തിൽ മാടായി AO നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. O രാമചന്ദ്രൻ, ജനാർദ്ദനൻ, ജസിന്ത, TV പത്മനാഭൻ, ജോർജ് ജോസഫ്, AC പ്രഭാകരൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പ്രമേഹ രോഗ വാരാചരണത്തിന് തുടക്കം കുറിച്ച് പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയുടെ നേതൃത്വത്തിൽ കൂട്ടനടത്തം സംഘടിപ്പിച്ചു. പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച നടത്തം താലൂക്ക് ആശുപത്രിയിൽ സമാപിച്ചു. പഴയങ്ങാടി താലൂക്ക് ആശുപത്രി, കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആരോഗ്യമുള്ളൊരു സമൂഹത്തെ വളർത്തിയെടുക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. പഴയങ്ങാടി SI KP ഷൈൻ ഫ്ലാഗ് ഓഫ് ചെയ്തു. SV അബ്ദുൾ റഷീദ്, KP കമലാക്ഷി, ഡോക്ടർ അനിത, HI മുരളീധരൻ, EP ഓമന തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.
എരമം നോർത്ത് LP സ്കൂളിൽ പഞ്ചായത്ത് ഭരണസാരഥികളെ ആദരിക്കലും രക്ഷിതാക്കൾക്ക് പഠന ക്ലാസും സംഘടിപ്പിച്ചു. സത്യത്തിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വരുന്നത് അതാത് പഞ്ചായത്തുകളിലെ സ്കൂളുകൾ, ആശുപത്രികൾ, ഹെൽത്ത് സെൻ്ററുകൾ, കൃഷിഭവനുകൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടാണ് വലിയ ഉത്തരവാദിത്തം വരുന്നത്. അനുമോദന യോഗത്തിൽ മാനേജർ TM ബാലകേശവൻ മാസ്റ്റർ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം P ജാനകി ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MTP നൂറുദ്ദീൻ ഉൾപ്പെടെ 19ഓളം പേരെയാണ് അനുമോദിച്ചത്. ഉപഹാര വിതരണവും ഉദ്ഘാടകൻ അഡ്വക്കേറ്റ് K വിജയകുമാർ നിർവഹിച്ചു. തുടർന്ന് പയ്യന്നൂർ സഹകരണ ആശുപത്രിയുടെ നേതൃത്വത്തിൽ രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പും നടന്നു. ചടങ്ങിന്റെ ഭാഗമായി പ്ലേ സ്കൂൾ പ്രഖ്യാപനം ജില്ലാ പഞ്ചായത്ത് അംഗം P ജാനകി ടീച്ചറും സ്കൂൾ നവീകരണ പദ്ധതി പ്രഖ്യാപനം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MTP നൂറുദ്ദീൻ നിർവഹിച്ചു. തുടർന്ന് ബെറ്റർ പാരന്റിംഗ് എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസും നടന്നു. JCI നാഷണൽ ട്രെയിനർ ദിലീപ് T ജോസഫ് വിഷയാവതരണം നടത്തി. PTA പ്രസിഡന്റ് KP വിജയൻ, മായ VKV, വിജയൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ റോട്ടറി ക്ലബ് റോട്ടറി ദിനാഘോഷവും നഗരസഭാ പുതിയ അംഗങ്ങൾക്കുള്ള സ്വീകരണവും സംഘടിപ്പിച്ചു. കാസർഗോഡ് കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ G ഗോപകുമാർ മുഖ്യാതിഥിയായിരുന്നു. റോട്ടറി ദിനാചരണത്തിന്റെ ഭാഗമായാണ് നഗരസഭാ ചെയർമാൻ ശശി വട്ടക്കൂർ അടക്കമുള്ള പുതിയ കൗൺസിൽ അംഗങ്ങളെ ആദരിച്ചത്. KV ലളിത, PR നമ്പ്യാർ, VC നായനാർ, ഉപേന്ദ്ര ഷേണായി, രാമചന്ദ്രൻ KV തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. പയ്യന്നൂർ മുച്ചിലോട്ട് സൗത്ത് LP സ്കൂളിൽ പച്ചക്കറി കൃഷിയുടെ വിത്തിടൽ ചടങ്ങ് പയ്യന്നൂർ നഗരസഭാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവിൽ നിർവഹിച്ചു. ചടങ്ങിൽ വാർഡ് കൗൺസിലർ P പ്രീത അധ്യക്ഷയായിരുന്നു. PTA പ്രസിഡന്റ് PV മധു, K ജയശ്രീ, M കേശവൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. വെണ്ട, വെള്ളരി, പാവൽ, ചീര, കോളിഫ്ലവർ എന്നിവയാണ് പച്ചക്കറി കൃഷി നടത്തുന്നത്. കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്നാണ് പദ്ധതി നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. മാത്തിൽ വടശ്ശേരിയിലെ കാവടി സംഘം യാത്ര തുടങ്ങി. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തുടങ്ങിയ ഈ ആചാരം കാലമാറ്റത്തിലും മാറ്റമില്ലാതെ തുടരുകയാണ്. കാലം മാറി, എന്നാൽ ഈ മാറ്റത്തിലും മാറ്റമില്ലാതെ തുടരുകയാണ് മാത്തിൽ വടശ്ശേരിയിൽ നിന്നും പുറപ്പെടുന്ന കാവടി സംഘം. വൃശ്ചിക സംക്രമ ദിവസം മാത്തിൽ ആലപ്പടമ്പ വടശ്ശേരിയിൽ നിന്നും പുറപ്പെടുന്ന ഈ കാവടി സംഘം 1 മാസത്തോളം കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിൽ ഭിക്ഷാടനം നടത്തി പഴനിയിലേക്ക് യാത്ര തിരിക്കും. നൂറ്റാണ്ടുകൾക്ക് മുൻപേ തുടങ്ങിയ ഒരു ആചാരമാണിത്. രോഗനിവാരണത്തിനും സന്താനലബ്ധിക്കും കുടുംബ ഐശ്വര്യത്തിനും വേണ്ടി അന്നത്തെ കാരണവർമാർ സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുകയും പ്രാർത്ഥനയ്ക്കായി വീടുകളിലേക്ക് ക്ഷണിച്ചു വരുത്തി ഒരു ദിവസത്തെ പൂജ നടത്തുകയും ചെയ്യും. വൃശ്ചിക മാസം 1 പുത്തൂർ കരിമ്പിൽ തറവാട്ടിലാണ് താമസിച്ചിരുന്നത്. പിന്നീടുള്ള ദിവസങ്ങളിൽ കൂക്കാനം, പെരളം, കരിവെള്ളൂർ എന്നീ പ്രദേശങ്ങളിൽ ഭിക്ഷാടനം നടത്തി അവിടെ ഒരു വീട്ടിലായിരിക്കും താമസിക്കുക. ഓരോ ദിവസവും വൈകുന്നേരം അതത് ദിവസം കിട്ടുന്ന അരി താമസിക്കുന്ന വീട്ടിൽ വെക്കും. വീട്ടുകാർ പിന്നീടത് ക്ഷേത്രത്തിലെ ആണ്ടിയൂട്ട് ദിവസം അവിടെ എത്തിക്കും. ഓരോ ദിവസത്തെയും വീടുകളിൽ നടക്കുന്ന പൂജയിൽ പങ്കെടുക്കാൻ അതത് പ്രദേശത്തെ ആളുകൾ എത്തിച്ചേരുന്നു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ആയിരങ്ങൾക്ക് പായസമൊരുക്കി ചിറ്റാരിക്കൽ DDF ഭരണസാരഥികൾക്ക് സ്വീകരണം. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് ശേഷമാണ് സ്വീകരണ പരിപാടികൾ നടന്നത്. താളമേളങ്ങളുടെ അകമ്പടിയോടെ പഞ്ചായത്ത് ഓഫീസിൽ നിന്നും ആരംഭിച്ച സ്വീകരണ റാലി ടൗൺ ചുറ്റി സമ്മേളന നഗരിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സ്വീകരണ യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് ഫിലോമിന ജോണി ആക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. ജനകീയ വികസന മുന്നണി കൺവീനർ ജിജോ ജോസഫ് അധ്യക്ഷത വഹിച്ചു. ജെയിംസ് പന്തമാക്കൽ, ഷെർലി സെബാസ്റ്റ്യൻ, മോഹനൻ കോളിയാട്ട് തുടങ്ങിയവരും പഞ്ചായത്ത് മെമ്പർമാരും പ്രസംഗിച്ചു. ഉണ്ണികൃഷ്ണൻ കടന്നപ്പള്ളിയുടെ ആദ്യ കവിതാ സമാഹാരം അന്യം പ്രകാശനത്തിനൊരുങ്ങി. ഔപചാരിക വിദ്യാഭ്യാസം ഏറെയൊന്നും ലഭിച്ചിട്ടില്ലാത്ത ബാർബർ തൊഴിലാളിയായ ഉണ്ണികൃഷ്ണൻ ഇതിനകം 100 കണക്കിന് കവിതകളാണ് രചിച്ചിട്ടുള്ളത്. ദാരിദ്ര്യവും കഷ്ടപ്പാടും നിറഞ്ഞ കാലമായിരുന്നു ഉണ്ണികൃഷ്ണന്റെ കുട്ടിക്കാലം. പുസ്തകം വാങ്ങാൻ പോലും വകയില്ലാത്തായതോടെ 5ാം തരത്തിൽ പഠനം നിർത്തേണ്ടി വന്നു. പിന്നീട് കുടുംബഭാരവും ചുമലിലായി. പലയിടങ്ങളിലുമായി ബാർബർ ഷോപ്പുകളിൽ ജോലിയെടുത്തു. 47-ാം വയസ്സിലാണ് ആദ്യമായി കവിതകൾ കുറിക്കുവാൻ തുടങ്ങിയത്. പരിസ്ഥിതി നാശത്തിനുള്ള പ്രശ്നങ്ങളാണ് കൂടുതലായും കവിതാ വിഷയങ്ങളായിരിക്കുന്നത്. കടയിൽ ഇടവേളകളിൽ കിട്ടുന്ന സമയത്താണ് തൻ്റെ കവിതയെഴുത്ത്. നോട്ടീസിൻ്റെ പുറത്തും തുണ്ട് കടലാസുകളിലും എഴുതിയിടുന്ന കവിതകൾ സുഹൃത്തുക്കളായ അധ്യാപകരെ കാണിച്ച് തിരുത്തിയെടുക്കുന്നു.
ഇങ്ങനെ നൂറുകണക്കിന് കവിതകളാണ് ഉണ്ണികൃഷ്ണൻ രചിച്ചിട്ടുള്ളത്. മാർച്ചിൽ പൂക്കണ്ട 1 ഫെബ്രുവരിയിലെ പൂത്തു, മാർച്ച് പിന്നെ ഏപ്രിൽ ആകുമ്പോഴൊക്കെ അത് ഉണങ്ങി കണ്ടപ്പോൾ ആ പൊണ്ണ് ആത്മഹത്യ ചെയ്തതാണെന്ന് എൻ്റെ മനസ്സിൽ തോന്നുകയും അതിനെക്കുറിച്ച് ഇനി എത്ര നാളെന്നുള്ള ഒരു കവിത എഴുതി. പിന്നെ ആഗോളതാപനം, അന്റാർട്ടിക്കയിൽ ഓസോൺ പാളിക്ക് വിള്ളൽ വന്നതും അന്റാർട്ടിക്കയിൽ മഞ്ഞുരുകുന്നതും. അപ്പോൾ ഇതിങ്ങനെ ഒരു വിള്ളലുണ്ടായിട്ട് ഇത്രയും സംഭവിക്കുമ്പോൾ ഇത് കൂടുതൽ പിന്നെ ഹരിതഗൃഹവാതകം മേലോട്ട് പോയാൽ ഇത് ആകെ അരിപ്പക്കലം പോലെ ആയിപ്പോയാൽ നമ്മുടെ ജീവന് ഈ ഭൂമിയിൽ ഉണ്ടാവില്ല എന്നുള്ള ജീവൻ്റെ ഉറവർക്ക് പട്ടട നിൽക്കുമോ എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്ന ഒരു കവിത. ജീവിതാനുഭവങ്ങളാണ് ഈ കവിയുടെ കൈമുതൽ. പ്രകൃതി സൗന്ദര്യം ഇല്ലാതാവുന്നതും പരിസ്ഥിതി നശിക്കുന്നതും കീടനാശിനിയിൽ കുഞ്ഞുങ്ങൾ പിടിയുന്നതും മദ്യത്തിൽ കേരളം മുങ്ങുന്നതും പ്രമേയങ്ങളായി വരുന്ന വർത്തമാനകാല മനുഷ്യൻ നേരിടുന്ന മിക്ക പ്രശ്നങ്ങളും കവിയെ അലട്ടുന്നു. 22-ന് വൈകിട്ട് പിലാത്ര ബാങ്ക് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ കരിവള്ളൂർ മുരളി പുസ്തകം പ്രകാശനം ചെയ്യും. TP ഭാസ്കര പൊതുവാൾ പുസ്തകം ഏറ്റുവാങ്ങും. പഴയങ്ങാടി അടുത്തില ഫസലമർ പബ്ലിക് സ്കൂൾ സ്പോർട്സ് മീറ്റിന് തുടക്കമായി. പഴയങ്ങാടി SI KP ഷൈൻ ഉദ്ഘാടനം ചെയ്തു. ബാൻഡ് മേളത്തിന്റെയും കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റോടും കൂടിയാണ് സ്കൂൾ കായികമേളക്ക് തുടക്കം കുറിച്ചത്. നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് കായികമേളയിൽ മത്സരിക്കുന്നത്. പഴയങ്ങാടി പോലീസ് സബ് ഇൻസ്പെക്ടർ KP ഷൈൻ സ്പോർട്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്തു. പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും, എന്നെങ്കിലും നമ്മൾ കുറച്ചെങ്കിലും സമയം ഈ സ്പോർട്സുമായിട്ട് അല്ലെങ്കിൽ കായികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാറ്റി വെക്കണം. നിങ്ങൾക്കിവിടെ കായിക, അതായത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രത്യേകമായിട്ടുണ്ടാവും. എങ്കിലും സ്പോർട്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളെ ഇന്ത്യയിലെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നല്ലൊരു കരിയറായിട്ട് എടുത്ത ആൾക്കാർ വളരെ കുറവാണ്. സ്കൂൾ പ്രിൻസിപ്പൽ VP രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് മിനി മിത്രൻ, KV സിന്ധു, V മുരളീധരൻ, KV ജയറാം, ജസീർ അഹമ്മദ്, തയ്യബ് PP, ബദറുദ്ദീൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ലോക പ്രമേഹ ദിനാചരണത്തിന്റെ ഭാഗമായി ആരോഗ്യ നികേതനിൽ ആനന്ദ സംഗമം സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ NV ഷീബ ഉദ്ഘാടനം ചെയ്തു. പ്രമേഹരോഗം പ്രകൃതി ചികിത്സയിലൂടെ പൂർണ്ണമായും മാറ്റാമെന്നും പ്രകൃതി ജീവനം അനുഷ്ഠിക്കുന്നതിലൂടെ രോഗങ്ങൾ വരാതെ നോക്കാമെന്നും ആനന്ദ സംഗമത്തിൽ അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് ക്യാമ്പംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. രാജലക്ഷ്മി നായർ അധ്യക്ഷയായി, PM ബാലകൃഷ്ണൻ, MP കുഞ്ഞികൃഷ്ണൻ നമ്പ്യാർ, രാജേശ്വരി തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംസാരിച്ചു. ജീവിതശൈലി രോഗങ്ങൾ പ്രകൃതി ജീവനത്തിലൂടെ മാറ്റുന്നതിനെക്കുറിച്ച് ഡോക്ടർ KL ദാരിമ ക്ലാസ് എടുത്തു. കരിവള്ളൂർ A1 ക്ലബ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ആഭരണ നിർമ്മാണ പരിശീലനത്തിന്റെ സമാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും A1 ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്നു. കരിവള്ളൂർ A1 ക്ലബ് ആൻഡ് ലൈബ്രറി, കാഞ്ഞങ്ങാട് സ്വാമി നിത്യാനന്ദ പോളിടെക്നിക് CTDP സാമൂഹ്യ സേവന വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വനിതകൾക്കായി നടത്തിയ ആഭരണ നിർമ്മാണ പരിശീലനത്തിന്റെ സമാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും A1 ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്നു. ഇത് തുടർന്ന് കൊണ്ടുപോയാൽ ഒരു നല്ല സംരംഭമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എല്ലാവരും വിവിധ ഇനങ്ങളായ ആഭരണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാഞ്ഞങ്ങാട് നിത്യാനന്ദ പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PM മഹീശൻ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. A1 ലൈബ്രറി പ്രസിഡന്റ് NK വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. A1 ക്ലബ്ബ് സെക്രട്ടറി A കുഞ്ഞിരാമൻ സ്വാഗതം ആശംസിച്ചു. SN പോളിടെക്നിക് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് കൺസൾട്ടന്റ് കുഞ്ഞിക്കണ്ണൻ മാടായി പരിശീലന പരിപാടിയുടെ അവലോകനം നടത്തി. K ഹേമാവതി നന്ദി പ്രകാശിപ്പിച്ചു. കേളോത്ത് ISD സ്കൂൾ സിൽവർ ജൂബിലി ഓഫീസ് തുറന്നു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂരിൻ്റെ തന്നെ സ്വന്തം ആഘോഷമാണ്. ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ഏറ്റവും വിപുലമായ നിലയിലുള്ള ആഘോഷ പരിപാടികൾക്കാണ് സർക്കാർ സമിതി മാനേജ്മെന്റും രൂപം നൽകിയിട്ടുള്ളത്. തീർച്ചയായും വലിയ ജനപങ്കാളിത്തത്തോടു കൂടി ഉദ്ഘാടന ചടങ്ങിൽ ഓർഗനൈസിംഗ് കമ്മിറ്റി വൈസ് ചെയർമാൻ KP അഹമ്മദ് ഹാജി അധ്യക്ഷനായി. പ്രിൻസിപ്പൽ CC വിജയകുമാർ പദ്ധതി വിശദീകരിച്ച് സംസാരിച്ചു. നഗരസഭാ അംഗങ്ങളായ M സഞ്ജീവൻ, ദാസൻ, PTA പ്രസിഡന്റ് അഷ്റഫ്, ഭാസ്കരൻ മാസ്റ്റർ, ഓർഗനൈസിംഗ് കമ്മിറ്റി ജനറൽ കൺവീനർ TP മുഹമ്മദ് കുഞ്ഞി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. കടന്നപ്പള്ളി കുന്നോത്തുവളപ്പ് തറവാട് ക്ഷേത്രം സ്വർണ്ണപ്രശ്ന പരിഹാരങ്ങളും പുനഃപ്രതിഷ്ഠാ കർമ്മങ്ങളും നവംബർ 23 മുതൽ നടക്കുമെന്ന് ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു.
കുന്നോത്തുവളപ്പ് തറവാട് ക്ഷേത്രത്തിൽ സ്വർണ്ണപ്രശ്ന പരിഹാരങ്ങളും ദേവീദേവന്മാരുടെ പുനഃപ്രതിഷ്ഠാകർമ്മങ്ങളും നവംബർ 23 മുതൽ 26 വരെ കാളകാട്ടിലത്ത് മധുസൂദനൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കും. ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് നവംബർ 23 തിങ്കളാഴ്ച വൈകുന്നേരം ആചാര്യഭരണം, പ്രസാദ ബിംബ പരിഗ്രഹം, പശുദാന പുണ്യാഹം, മഹാസുദർശന ഹോമം, പ്രേതാവാഹനം എന്നിവയും നടക്കും. തുടർന്ന് വിവിധ ദിവസങ്ങളിലായി വിവിധ പൂജകൾ, ഹോമങ്ങൾ തുടങ്ങിയ ചടങ്ങുകൾ നടക്കും. സമാപന ദിവസമായ നവംബർ 26 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:35 1:20 ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ബ്രഹ്മകലശ പൂജയും നടക്കും. തുടർന്ന് പീഠപ്രതിഷ്ഠ, ജീവകലശാഭിഷേകം, ബ്രഹ്മകലശാഭിഷേകം, പ്രസാദ വിതരണം എന്നിവയും നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികളായ KP രമേശൻ, KV ബാലകൃഷ്ണൻ, KP ഗിരീശൻ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. റെഡ് സ്റ്റാർ പെരിങ്ങോം പാടിയോട്ടുചാൽ മൃഗാശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ പേ വിഷ പ്രതിരോധ കുത്തിവയ്പ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷന് 9846718949 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇനി മാറ്റൊലി. മാറ്റൊലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഫലത്തിൽ 24% ശമ്പള വർധനവിന് ശുപാർശ. നെറ്റ്വർക്ക് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ. നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക്, സർക്കാർ ജീവനക്കാർ ശമ്പളവും DAയും വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കാർഷിക മേഖല അഭിവൃദ്ധിപ്പെടുത്താനും കൃഷിക്കാർക്ക് ന്യായമായ അവകാശം കൊടുക്കാനും കൃഷിക്കാർക്കെല്ലാം പെൻഷൻ കൊടുക്കാനും കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന കർഷക തൊഴിലാളികളെ ഉൾപ്പെടെ ഉന്നമനം ലക്ഷ്യമാക്കിയിട്ടുള്ള നയസമീപനം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നാൽ മാത്രമേ ഈ രാജ്യത്ത് പുരോഗതി ഉണ്ടാവൂ എന്നാണ് അഭിപ്രായം. ഇവിടെ സാധാരണക്കാർക്ക് ജീവിക്കാൻ പൈസയില്ല, ഈ സാധനത്തിന് വില കൂടുന്നു. ഈ സമയത്ത് ഈ ശമ്പളം മാത്രം കൂട്ടിയിട്ട് എങ്ങനെയാണ് ഇത് കൊണ്ടുപോകല്? ഇവിടെ ഭരണ സംവിധാനം ഉണ്ടാവില്ല, ഇനി അവസാനം കയറി വരലായിരിക്കും. ഏത് ഉദ്യോഗസ്ഥന്മാരെ വീട്ടിലെല്ലാം പോയി കയറി വരേണ്ട സ്ഥിതിയിലേക്കാണ് ഇനി വരാൻ പോകുന്നത്. ഈ ശമ്പളം കൊടുക്കാൻ മാത്രം ഒരു സംവിധാനം ആയാൻ പറ്റുമോ? ഈ ഒരു ഭരണ സംവിധാനം ജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൈസ എവിടുന്ന കിട്ടല്? ഈ 90% 80% റവന്യൂ വരുമാനത്തിൻ്റെ എല്ലാം കൂടിയിട്ട് ഈ ശമ്പളം കൊടുത്തുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വികസന പ്രവർത്തനം ഇടാം, ഇവിടെ റോഡ് ഇട എന്നാക്കണ്ട്, പാലയിട എന്നാക്കണ്ട്. ഈ സാധാരണക്കാർക്ക് എങ്ങനെ പിന്നെ പൈസ കൊടുത്ത് അവർക്ക് വീട് കാര്യങ്ങൾ സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കലെങ്ങനെ? പകുതി ഇപ്പോൾ അവരൊക്കെ കൊടുക്കുന്ന ശമ്പളം അത് ഇരട്ടിയാക്കിയിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ അത് ഗവൺമെൻറ്റിന് ഭാവിയിൽ വലിയ ബാധ്യതയായിട്ട് മാറും. അപ്പോൾ ഈ ബാധ്യതകളെല്ലാം തീർക്കണമെങ്കിൽ ഈ ജനങ്ങളുടെ നിന്ന് പിരിച്ചിട്ട് വേണം ഇത് ബാധ്യതകളൊക്കെ തീർക്കാൻ. അപ്പോൾ ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ഇപ്പോൾ ഉള്ളത് കാര്യം. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളെപ്പോലുള്ള കച്ചവടക്കാരെടുക്കുന്ന മറ്റും വാങ്ങിയിട്ടുള്ള നികുതിയാണ് ഇതിന് പരമാവധി ഉപയോഗിക്കുന്നത്. അപ്പോൾ സാറിന് നമ്മളെപ്പോലുള്ളവർക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ ശമ്പളം കൊടുക്കണമെന്ന് നിൽക്കും. ശമ്പളം വർദ്ധിക്കേണ്ട അത് ഈ കാലഘട്ടത്തിൽ ആവശ്യം തന്നെയാണ്. ജീവിത നിത്യോപയോഗ ചെലവുകൾ വളരെയധികം വർദ്ധിച്ചിട്ടുള്ള ഈ സമയത്ത് ശമ്പള വർധനവ് ആവശ്യം തന്നെയാണ്. പക്ഷേ ശമ്പളം ഇത്രയും വാങ്ങുന്നതനുസരിച്ച് ഇവർ ജോലി ചെയ്യുന്നുണ്ടോ എന്നതും കൂടി സർക്കാർ ഉറപ്പുവരുത്തണം. മാറ്റൊലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രാപ്പോയിൽ ക്രിസ്തീയ ദേവാലയത്തിൽ സെമിത്തേരി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടത്തിയ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് അക്രമാസക്തമായി. പോലീസ് ലാത്തിച്ചാർജിൽ പ്രതിഷേധിച്ച് ചെറുപുഴ പഞ്ചായത്തിൽ ശനിയാഴ്ച ഹിന്ദു ഐക്യവേദി ഹർത്താൽ. 53ാമത് പയ്യന്നൂർ ഉപജില്ലാ സ്കൂൾ കായികമേള പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നേതാവിന്റെ സ്കൂട്ടർ കത്തിച്ചതിനെതിരെ പുത്തൂർ അമ്പലം മൈതാനിയിൽ ചേർന്ന പ്രതിഷേധ യോഗം സതീശൻ പാച്ചേനി ഉദ്ഘാടനം ചെയ്തു. കവായിക്കായലിൽ ഹൗസ് ബോട്ടുകൾ സജീവമാകുന്നു. കാസർഗോഡ് റവന്യൂ ജില്ലാ ശാസ്ത്രമേള സമാപിച്ചു. ഈ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.